ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കോവക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അങ്ങനെ കോവക്ക റെസിപ്പീസ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോവക്ക പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കോവക്ക ഒന്ന് കഴുകിയതിന് ശേഷം ഇങ്ങനെ പരന്ന ഷേപ്പിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നീളത്തിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ്. ഈ കോവക്ക പച്ചക്ക് നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബലമായിരിക്കും, പക്ഷെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോവക്ക ഇന്ന് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. എരിവിനനുസരിച്ചിട്ട് ഒരു 3/4 സ്പൂണോളമൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ എല്ലാം മിക്സാക്കി എടുക്കണം, കാരണം സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കില്ല. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 15 മിനിറ്റോളൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനെടുക്കുന്ന ഏത് ഐറ്റം ആണെങ്കിലും മസാല ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് പാനിലൊഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ പീസായിട്ട് എണ്ണയിലിട്ട് മുക്കി പൊരിക്കുമെന്നല്ല കേട്ടോ. ഫ്രൈ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ വിചാരിക്കണ്ട. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടും ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഫോമിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള കോവക്ക ഫ്രൈ കിട്ടും. അപ്പം ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് തുറന്നു നോക്കിയുമ്പോഴുള്ള ഫോമാണ് കേട്ടത്. അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും മൂടി വെക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റോളൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ഇത് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊരു 1 മിനിറ്റോളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം കറിവേപ്പില ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഞ്ച് ബോക്സിലും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് കൂടുതൽ കറികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോവക്ക ഫ്രൈയും പിന്നെ വല്ല അച്ചാറോ ചമ്മന്തിയൊക്കെ മതി. ഞാൻ എടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരൊക്കെയാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ കുറച്ച് അധികം ഇടാം. പിന്നെ ജീരകം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.